പ്ലാസ്റ്റിക് സർജൻ ആവുന്നത് എങ്ങനെയാണ് എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പഠന പ്രക്രിയയും എന്തൊക്കെ സ്പെഷ്യലൈസേഷൻ കംപ്ലീറ്റ് ചെയ്താലാണ് ഒരു പക്ക പ്ലാസ്റ്റിക് സർജനായിട്ട് വരിക? അതൊരു നീണ്ട വർഷങ്ങളുടെ പരിശ്രമം തന്നെ വേണ്ടി വരും. കാരണം വെച്ചാൽ ആദ്യം MBBS ഒരു 4-5.5 വർഷം എടുക്കും കഴിയാനായിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതണം. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് MS സർജറി, അത് കിട്ടണം, അത് പാസ്സാവണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും എൻട്രൻസ് MCHന് വേണ്ടിയിട്ടുള്ള MCH പ്ലാസ്റ്റിക്, ആ എൻട്രൻസ് പാസ് ചെയ്ത് MCHന് ജോയിൻ ചെയ്യണം. അത് 3 വർഷമാണ് ഇപ്പോഴത്തെ കോഴ്സ്. അത് കഴിഞ്ഞ് 1 വർഷം ചില കോളേജുകളിൽ ബോണ്ട് ചെയ്യണം. അപ്പോൾ ഇത്രയധികം വർഷങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് സർജൻ ആവും. പിന്നെ ഒരു കാര്യമുള്ളത്, MBBS കഴിഞ്ഞിട്ട് ഇപ്പം DNB എന്ന് പറയും, ഡിപ്ലോമേറ്റ് ഓഫ് നാഷണൽ ബോർഡ്, അവർ അവാർഡ് ചെയ്യുന്ന ഡിഗ്രി ഉണ്ട്. അത് എടുത്തു കഴിഞ്ഞാലും പ്ലാസ്റ്റിക് സർജൻ ആവാം. അത് MBBS കഴിഞ്ഞവർക്ക് 6 വർഷത്തെ കോഴ്സും ഇപ്പോൾ MS കഴിഞ്ഞവർക്ക് 3 വർഷത്തെ കോഴ്സുമാണ്. അത് ചില പ്രൈവറ്റ് വലിയ ഹോസ്പിറ്റൽ, കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളും ചില പ്രൈവറ്റ് ഹോസ്പിറ്റലും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അവിടുന്ന് പാസ്സായാലും പ്ലാസ്റ്റിക് സർജൻ ആവും. ഇതാണ് ശരിക്കും റിയൽ ക്വാളിഫൈഡ് പ്ലാസ്റ്റിക് സർജൻ. ഇപ്പം നമ്മൾ പല അഡ്വർടൈസ്മെന്റുകളിലും സ്വയം പ്ലാസ്റ്റിക് സർജൻ എന്ന് വിശേഷിപ്പിക്കുന്നവരും പലരും കാണാറുണ്ട്. അത് എങ്ങനെയാണെന്ന് എനിക്ക് മുഴുവൻ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഇപ്പൊ ടോട്ടൽ പ്ലാസ്റ്റിക് സർജൻസ് കേരളത്തിൽ എടുത്തു കഴിഞ്ഞാൽ നിയർലി ഏകദേശം 200ഓളം പേരേ ഉള്ളൂ ഇപ്പം ആക്റ്റീവായിട്ട് പ്ലാസ്റ്റിക് സർജറി. ടോട്ടൽ ഇന്ത്യയിൽ നിയർലി 3000ഓളം സർജൻസ്.